ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിൽ 10 അധ്യായങ്ങളുണ്ട്. ഇതിലെ 4-ാമത്തെ അധ്യായത്തില് മുഖ്യ രൂപത്തിൽ സൂതകധർമ്മം, അതുപോലെ ബാലോപചരണം, പിന്നെ വിദ്യാരംഭം എന്നീ 3 ഭാഗങ്ങളാണുള്ളത്. അപ്പൊ ഇവയെ നമ്മൾ ഓരോ ശ്ലോകങ്ങളായി വിസ്തരിച്ച് പഠിക്കുന്നില്ല, മറിച്ച് ഇവയുടെ സംക്ഷിപ്തമായ ആശയത്തെയാണ് പഠിക്കുന്നത്. സൂതകധർമ്മത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ സംക്ഷിപ്ത ആശയത്തെ ചെറുതായിട്ട് ചിന്തിച്ചു. അതേ തുടർന്ന് വരുന്ന ഭാഗമാണ് ബാലോപചരണം. ശ്ലോകം 112 മുതൽ ശ്ലോകം 116 വരെ ബാലോപചരണത്തെ കുറിച്ച് ഗുരുദേവൻ പറയുന്നു. ഈ ഭാഗത്തിൽ ശ്ലോകം 114, ശ്ലോകം 115, ശ്ലോകം 116 എന്നീ 3 ശ്ലോകങ്ങളാണ് മുഖ്യമായിട്ടും ചിന്തിക്കേണ്ടത്. ശ്ലോകം 114 പറയുന്നു: അനാശാസ്യം വചോ ദ്രവ്യം അമംഗളനിവേദനം അപമാനനമാടോപം ന ബാലസ്യ പ്രകാശയേത്. നൂറ് ചൊല്ലാം. അനാശാസ്യം വചോ ദ്രവ്യം അമംഗളനിവേദനം അപമാനനമാടോപം ന ബാലസ്യ പ്രകാശയേത്. അടുത്ത ശ്ലോകം: ആ പഞ്ചമാബ്ധം ദാത്രൈവ ലാലനാചോദനാദിഭിഃ ഉപാഖ്യാനേന മഹതാം പ്രതിച്ഛന്ദാവലോകതഃ വ്യക്താക്ഷരേണ വചസാ ശുദ്ധവാസോ വിഭൂഷണൈഃ ഭോജ്യേന ശുചിനാ ബാലോ വർദ്ധനീയ പ്രയത്നതഃ. ഈ 3 ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത്, കുഞ്ഞിനോട് ചീത്ത വാക്ക് പറയുകയോ ചീത്ത വിചാരം ഉളവാക്കുകയോ അഭിമാനമില്ലാത്ത പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുകയോ അരുത്. അതിനുശേഷം പറയുന്നു, 5 വയസ്സ് വരെ ധാത്രിയാൽ തന്നെ ശിശുവിന് വളരെ നല്ല ചിത്രങ്ങൾ, പ്രതിമകൾ ഇവ കാണിച്ചും ലാളിച്ചും നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തും മഹാന്മാരുടെ കഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം കൊടുത്തും നല്ല വാക്കുകൾ പറഞ്ഞും പറയിച്ചും നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും അണിയിച്ചും വളർത്തേണ്ടതാണ് എന്ന് പറയും. ഇതാണ് ഈ പറഞ്ഞ 3 ശ്ലോകത്തിന്റെ ഒരു താല്പര്യം. അപ്പൊ നമുക്ക് ബാലോപചരണം, കുഞ്ഞുങ്ങളെ 5 വയസ്സ് വരെ പ്രായമുള്ള, അല്ലെങ്കിൽ അല്പം കൂടി മേൽപോട്ട് പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ബാലന്മാരെന്ന് പറയുന്നത്, ബാലികന്മാർ ഉൾപ്പെടുന്നു. ഇവരെ ഏത് രീതിയിലാണ് വളർത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു ആശയമാണ് ഗുരുദേവൻ ഈ ഭാഗത്തിലൂടെ പ്രകടമാക്കുന്നത്. ആ ആശയത്തിൽ ആദ്യ ഭാഗത്ത് കുഞ്ഞിന്റെ ശുദ്ധിയെക്കുറിച്ച് പറയുന്നു. അതിന്റെ അടുത്ത ഭാഗത്ത് കുഞ്ഞിനെ ഏത് പ്രകാരത്തിലാണ് കുഞ്ഞിനെ വളർത്തേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു വ്യക്തി
ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് മുഖ്യമായും രണ്ട് ഘടകങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. എല്ലാ വ്യക്തികൾക്കും വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമാകാൻ കാരണം ഓരോരുത്തരുടെയും വ്യക്തിത്വം രൂപപ്പെട്ട ഘടകങ്ങളിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ആ ഘടകങ്ങളാണ്: ഒന്ന് സ്വഭാവജമാണ്, രണ്ട് സംസ്കാരജമാണ്. സ്വഭാവജം, സംസ്കാരജം എന്നീ രണ്ട് ഘടകങ്ങളിലൂടെയാണ് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത്. സ്വഭാവജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ജനിക്കുമ്പോൾ ആ ജന്മ സിദ്ധമായിട്ട് തന്നെ ചില കാര്യങ്ങൾ, ചില സ്വഭാവങ്ങൾ ആ വ്യക്തിക്കുണ്ട്. നമ്മുടെ അധ്യാത്മ ശാസ്ത്രത്തെ മാനിക്കുകയാണെങ്കിൽ പൂർവാർജിതമായിട്ട് കൊണ്ടുവന്ന ചില സവിശേഷതകൾ ഓരോ കുഞ്ഞിനും ജന്മനാ തന്നെയുണ്ട്. ജനിച്ച ഉടനെ കേവലം ഒരു ശരീരം മാത്രമായിട്ട് ഇരിക്കുന്നില്ല, മറിച്ച് ആ ശരീരത്തിന് ഉള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചിത്തമുണ്ട്, സൂക്ഷ്മങ്ങളായ അനവധി കാര്യങ്ങളുണ്ട്. ഈ മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും എല്ലാം പൂർവാർജിതങ്ങളായ സംസ്കാരങ്ങളും ഉണ്ട് എന്ന് നമ്മുടെ അധ്യാത്മശാസ്ത്രം പറയുന്നു. അത് വിചാരം ചെയ്താൽ യുക്തിസഹമാണെന്ന് നമുക്ക് ബോധ്യമാകുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നത്, ജനിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിലുള്ള സ്വഭാവ സവിശേഷതകളെ സ്വഭാവജം എന്ന് പറയും. ആ സ്വഭാവജം കുഞ്ഞിന്റെ മുന്നോട്ടുള്ള വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ ഒരുപാട് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി സ്വഭാവജത്തെ കൂടാതെ മറ്റൊരു ഘടകമാണ് സംസ്കാരജം. സംസ്കാരജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചതിന് ശേഷം ആ കുഞ്ഞ് ആർജിക്കുന്ന സംസ്കാരത്തിലൂടെ ആ കുഞ്ഞിന്റെ വ്യക്തിത്വം ഉണ്ടാകുന്നു, വ്യക്തിത്വത്തിന് വികാസം വരുന്നു. ജനിക്കുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ആ കുഞ്ഞിനുണ്ട്. അതുകൂടാതെ ജനിച്ചു കഴിഞ്ഞ് മുന്നോട്ടുള്ള നാളുകളിലും മുന്നോട്ടുള്ള വർഷങ്ങളിലും ആ കുഞ്ഞ് ആർജിക്കുന്ന ബാഹ്യമായ ലോകത്ത് നിന്ന് എങ്ങനെ ആർജിക്കുന്ന? ഏതൊരു കാഴ്ചയെ കാണുന്നു, ഏതൊരു ശബ്ദത്തെ കേൾക്കുന്നു, ഏതൊരു ഗന്ധത്തെ അറിയുന്നു, ഏതൊരു രുചിയെ അറിയുന്നു, ഏതൊരു സ്പർശത്തെ അറിയുന്നു. ഇപ്രകാരം ഏത് വിഷയങ്ങളെയാണ് ആ കുഞ്ഞ് അറിയുന്നത്, ആ വിഷയങ്ങളിലൂടെ ആ കുഞ്ഞ് ഒരു സംസ്കാരത്തെ നേടിയെടുക്കുന്നു. ആ സംസ്കാരത്തിൽ നിന്നും ആ കുഞ്ഞിന്റെ വ്യക്തിത്വം ഉണ്ടാകുന്നു, മുന്നോട്ടുള്ള വ്യക്തിത്വം ഉണ്ടാകും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, സ്വഭാവവും സംസ്കാരവുമാണ് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിത്വത്തെ നിർദ്ധാരണം ചെയ്തത്, ഉണ്ടാക്കിയത്. അപ്പൊ ഇതിൽ സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ സംസ്കാരം ഏറ്റവും പ്രബലമായി രൂപപ്പെടുന്നത് ആദ്യത്തെ ഒരു 5-10 വർഷങ്ങൾക്കുള്ളിലാണ്. മിക്കവാറും ആദ്യത്തെ 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സംസ്കാരം പ്രബലമായി രൂപപ്പെടും. അതായത് ആദ്യഘട്ടത്തിൽ നാം ഏത് സംസ്കാരമാണോ ആർജിച്ചത്, ആ സംസ്കാരത്തിന് അനുസരിച്ചാണ് അടുത്ത സംസ്കാരത്തെ നമുക്ക് ആർജിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു 5 വർഷം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഒരു 5 അല്ലെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷം, ഈ വർഷത്തിന്റെ ഉള്ളിൽ ആ കുഞ്ഞ് നേടിയെടുക്കുന്ന എല്ലാ കാഴ്ചകളും, ആ കുഞ്ഞ് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ദൃഢമായ സംസ്കാരമാണ് ഉള്ളിൽ രേഖപ്പെടുത്തും. അതിനുശേഷം ആ സംസ്കാരത്തിന്റെ ആധാരത്തിലാണ് മുന്നോട്ട് ആ കുഞ്ഞിന് സംസ്കാരത്തെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം ചിന്തിച്ചു കഴിഞ്ഞാൽ, വളരെ മദ്യപിച്ച് ബഹളം വെക്കുക, അല്ലെങ്കിൽ വളരെ അനാശാസ്യകരമായ രീതിയിൽ അനാശാസ്യം എന്ന വാക്കിന്റെ അർത്ഥം ഗുരുവിടെ പറഞ്ഞിട്ടുണ്ട്, ആശാസ്യമല്ലാത്ത എന്നർത്ഥം. അതായത് അധാർമികമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ ഭവനത്തിൽ വളരുന്ന കുഞ്ഞ്, നിർഭാഗ്യവശാൽ ആ കുഞ്ഞ് ആദ്യത്തെ ഒരു 5-10 വർഷം അത്തരത്തിലുള്ള സംസ്കാരങ്ങളെ കണ്ടും കേട്ടും ആ സംസ്കാരം ആ കുഞ്ഞിന്റെ ഉള്ളില് പ്രബലമായി തീരുന്നു. അങ്ങനെ പ്രബലമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് 10 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായി കഴിഞ്ഞാലും തന്റെ കുഞ്ഞുനാളിൽ ആർജിച്ച ആ സംസ്കാരത്തിന്റെ പ്രാബല്യത്തിനനുസരിച്ചുള്ള വഴിയിലൂടെ പോകാൻ ആ വ്യക്തി നിർബന്ധനായി തീരുന്നു. നല്ല വ്യക്തിയാകണമെന്ന് മനസ്സുകൊണ്ട് ഇച്ഛ ഉണ്ടെങ്കിൽ കൂടിയും തന്റെ ഉള്ളിലെ സംസ്കാരം ആ വ്യക്തിയെ മോശമായ വഴിയിലൂടെ തള്ളി പറഞ്ഞേക്കുന്നു. അപ്പൊ നോക്കൂ, ആ വ്യക്തിയുടെ ഉള്ളില് എനിക്കൊരു നല്ല വ്യക്തിയാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം പ്രായപൂർത്തിയായ സമയത്ത് വന്നു. പക്ഷെ കുഞ്ഞുനാളിൽ തന്റെ ഉള്ളിൽ പ്രബലമായി രേഖപ്പെടുത്തിയ ആ സംസ്കാരം എന്ത് ചെയ്തു? നല്ലതാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും അതിനെ മോശമായ വഴിയിലേക്ക് തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യം, ഏതൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം അത് മോശമായ കർമ്മമാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്
അത് മോശമായ കർമ്മമാണ്, ഞാനതിൽ ഏർപ്പെടാൻ പാടില്ല എന്ന ചിന്ത ഉണ്ടാവാറുണ്ട്, അതിസൂക്ഷ്മമായിട്ട്. പക്ഷെ ആ ചിന്ത ഉണ്ടെങ്കിൽ കൂടിയും ആ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് ആ കർമ്മത്തിൽ ഏർപ്പെടരുത് എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അറിയാതെ ആ കർമ്മത്തിൽ ഏർപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ട് ഏർപ്പെട്ടു പോകുന്നു? നമ്മൾ ആർജിച്ച സംസ്കാരം ആ കർമ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇനി നോക്കൂ, ഇനി വേറൊരു വ്യക്തി, ഒരു കുട്ടി എന്ന് കരുതുക. ആ കുഞ്ഞുനാളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മവൃത്തനായ ഒരാളുടെ മകനായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നു, ഈശ്വരീയമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ. ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും വർഗവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡത്തിലുള്ള ശ്രേഷ്ഠതയല്ല, മറിച്ച് ധർമ്മത്തെ ആചരിക്കുന്ന ശ്രേഷ്ഠമായ ആളുകളുടെ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് കരുതുക. ആ കുഞ്ഞ് ജനിച്ച ആദ്യത്തെ ഒരു 5-10 വർഷം നേടുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ആ കുഞ്ഞിൽ വളരെയധികം പ്രബലമാകും. ഈ പ്രബലമായ സംസ്കാരത്തിനനുസരിച്ചാണ് അതിന് മുന്നോട്ട് അത് സംസ്കാരത്തെ നേടിയെടുക്കുന്നത്. കാരണം സംസ്കാരം നമ്മൾ എപ്പോഴും നേടിയെടുക്കുന്നുണ്ട്. മരണപര്യന്തം നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, എല്ലാ പ്രവൃത്തികളും നമ്മൾ സംസ്കാരമായിട്ട് മാറും. പക്ഷെ ആദ്യത്തെ 5 വർഷമാണ് അത് ഏറ്റവും പ്രബലമായ രീതിയിൽ നമ്മളുള്ളിൽ രേഖപ്പെടുത്തുന്നത്. ആ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് പിന്നീട് സംസ്കാരത്തെ ആർജിക്കാൻ കഴിയുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത്, ആ കുഞ്ഞ് അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ഒരു പരിവാരത്തിൽ ജന്മമെടുത്തു. ശ്രേഷ്ഠമായ ആൾക്കാരുടെ കൂടെ അതിന് വസിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഒരു 10 വയസ്സ് കഴിഞ്ഞില്ലെങ്കിൽ പ്രായപൂർത്തിയായ സമയത്ത് വളരെ അധർമ്മത്തെ ആചരിക്കുന്ന കൂട്ടുകെട്ടുകൾ, അങ്ങനെയുള്ള സംഘത്തിൽ പെട്ടുകഴിഞ്ഞാൽ പോലും ആ കുഞ്ഞിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ആ മോശമായ സംഘത്തിന്റെ, മോശമായ കൂട്ടുകെട്ടിന്റെ പ്രഭാവം ആ വ്യക്തിയിൽ സ്വാധീനിക്കില്ല. എന്തുകൊണ്ട്? കാരണം കുഞ്ഞുനാളിൽ ആർജിച്ച ഒരു ശ്രേഷ്ഠമായ സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഉള്ളത് കൊണ്ട് മോശമായ വഴിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും മോശമായ വഴിയിലേക്ക് അതിനെ തള്ളാതെ നല്ല നല്ല വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇപ്പൊ ചില വ്യക്തികൾ അങ്ങനെയുണ്ട്. ചില വ്യക്തികൾ എന്തെങ്കിലും നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുഃഖമോ മറ്റോ വന്ന് ഇനി മോശമായി അങ്ങ് ജീവിച്ചു കളയാം എന്ന് കരുതി മോശമായ വഴിയിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മോശമായ വഴിയിലേക്ക് പോകാൻ സാധിക്കില്ല. എത്ര മോശമായ സാഹചര്യത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ നൽകി നമ്മളെ സത്മാർഗത്തിലേക്ക് കൊണ്ടുപോകും, സത്മാർഗത്തിലേക്ക് നയിക്കുന്നു. നോക്കൂ, രാവണന്റെ സഹോദരനായി ഒരു രാക്ഷസ കുലത്തിലല്ലേ വിഭീഷണൻ ജന്മമെടുത്തത്. എന്നിട്ട് പോലും വിഭീഷണൻ ഒരു പരാഭക്തനായി, വലിയ ഭക്തനായി, ഒരു ധർമ്മത്തെ ആചരിക്കുന്ന ഒരാളായിട്ട് ജീവിച്ചു. എന്തുകൊണ്ട് ജീവിച്ചു? അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പ്രബലമായ സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാം ഏത് ആൾക്കാരുടെ കൂടെ വസിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാലും, എവിടെ പോയി കഴിഞ്ഞാലും ആ സംസ്കാരം നമ്മെ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കും. അപ്പൊ ഈ സംസ്കാരം ഏറ്റവും പ്രബലമായി രൂപപ്പെടുന്ന കാലഘട്ടമാണ് ആദ്യത്തെ ഒരു 5-10 വർഷങ്ങൾ. ഈ 5-10 വർഷങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരം നമുക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആജീവനാന്തം ആ കുഞ്ഞിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ആ വ്യക്തി ധർമ്മത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കും. അതുകൊണ്ട് ബാലോപചരണം എന്ന ഈ ഭാഗത്തിൽ ഗുരുദേവൻ ഒരു കുഞ്ഞിന് കൊടുക്കാൻ പാടില്ലാത്ത സംസ്കാരത്തെക്കുറിച്ചും ഒരു കുഞ്ഞിന് അനിവാര്യമായി കൊടുക്കേണ്ടുന്ന സംസ്കാരത്തെക്കുറിച്ചും ഈ 3 ശ്ലോകങ്ങളിലൂടെ പറയുന്നു. അതില് നമുക്ക് ആദ്യത്തെ ഭാഗം, ഒരു കുഞ്ഞിന് അനിവാര്യമായി കൊടുക്കേണ്ടുന്ന സംസ്കാരം എന്താണ് എന്നതിനെ ചിന്തിക്കാം. അത് പറഞ്ഞിരിക്കുന്നത് ശ്ലോകം 115, 116 ആ ശ്ലോകത്തിന് അർത്ഥം നോക്കൂ. ആ പഞ്ചമാബ്ദം ധാത്ര്യ ഏവ ബാലഹ. 5 വയസ്സ് വരെ ധാത്രിയാൽ തന്നെ, ധാത്രി എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. പക്ഷെ അമ്മ എന്നുള്ള അർത്ഥം കൂടാതെ സംസ്കൃതത്തിൽ ധാത്രിക്ക് ഉപമാത എന്ന അർത്ഥമുണ്ട്. ഉപമാത എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ആരാണോ വളർത്തുന്നത്, ആ വളർത്തുന്ന ആളും ആ കുഞ്ഞിന്റെ അമ്മയാണ്. ഇപ്പൊ ചില സമയത്ത് കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മ മരണപ്പെട്ടു പോയി. അപ്പൊ ആദ്യഘട്ടങ്ങളിൽ, ആദ്യ 5 വർഷങ്ങളിൽ ആരാണോ ആ കുഞ്ഞിനെ വളർത്തുന്ന ആ അമ്മ കുഞ്ഞിന്റെ ധാത്രിയാണ്. അല്ലെങ്കിൽ ജനിച്ചു കുറച്ചു കഴിഞ്ഞ് അമ്മ വിദേശത്ത് ജോലിക്ക് പോയി. അപ്പൊ ആ കുഞ്ഞിനെ ആരാണോ വളർത്തുന്നത്, ഇപ്പൊ സാഹചര്യവശാൽ കുഞ്ഞിനെ ആദ്യത്തെ 5 വയസ്സ് വരെ വളർത്തുന്ന ആ അമ്മയെയും നമുക്ക് ധാത്രി എന്ന് പറയാം. ജന്മം കൊടുത്ത അമ്മയെയും ധാത്രി എന്ന് പറയാം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ധാത്രി എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് മുഖ്യമായ അർത്ഥം.
അടുത്ത അർത്ഥം ഉപമാത അഥവാ വളർത്തമ്മ എന്നാണ്. ആ കുഞ്ഞിനെ വളർത്തുന്ന അമ്മ. അപ്പൊ ആ അമ്മ എന്ത് ചെയ്യുന്നു? ആ അമ്മ മുഖ്യമായും 6 പ്രകാരത്തിലൂടെ ശ്രേഷ്ഠമായ സംസ്കാരത്തെ കുഞ്ഞിന് കൊടുക്കണമെന്ന് പറയുന്നു ഗുരുദേവൻ. 6 പ്രകാരങ്ങൾ പറഞ്ഞിരിക്കുന്നു, 6 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലാളനാ ചോദനാദിഭിഹി. രണ്ടാമത്തെ കാര്യം പ്രതിച്ഛന്ദാവലോകത. ആ ശ്ലോകത്തിൽ ആ വാക്കുകൾ കാണാൻ സാധിക്കും, 115, 116. മൂന്നാമത്തെ കാര്യമാണ് മഹതാം ഉപാഖ്യാനേന. നാലാമത്തെ കാര്യമാണ് വ്യക്താക്ഷരേണ വചസ. അഞ്ചാമത്തെ കാര്യമാണ് ശുചിന ഭോജ്യേന. ആറാമത്തെ കാര്യമാണ് ശുദ്ധവാസോ വിഭൂഷണേ. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള 6 മാർഗനിർദ്ദേശങ്ങളാണ് ഗുരുദേവൻ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഗുരുവിന്റെ മാർഗനിർദ്ദേശം നോക്കൂ, ലാളനാ ചോദനാദിഭിഹി. അപ്പൊ ഇതില് പല ആൾക്കാരും ഞാൻ ഈ ആശയത്തെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുഞ്ഞിനെ വളരെയധികം വാത്സല്യം കൊടുത്ത് ലാളന കൊടുത്ത് പരിപാലിക്കണം. ഈ വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്നുകൂടി ആ വാക്കിനെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ മുഖ്യമായിട്ട് ഗുരുദേവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം ലാളന കൊടുക്കാനല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നോക്കുക, ഒറ്റ വാക്കാണ്, സംസ്ഥപദമാണ്. ലാളന ചോദനാദിഭിഹി. ചോദന എന്ന് പറഞ്ഞാൽ പ്രേരണയാണ്, പ്രേരണ. ആ കുഞ്ഞിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, മുന്നോട്ടുള്ള കാൽവെപ്പുകൾക്ക് മറ്റൊരാളുടെ നിർദ്ദേശം വേണം. അവിടെ പോകരുത്, അങ്ങനെ പോകണം, ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് വരണം, ഈ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ മൂന്നാമത് ആളുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം നിർദ്ദേശമില്ലാതെ ആ കുഞ്ഞിന് അറിയില്ല. ഒരു ഭക്ഷണം അത് എന്ത് കണ്ടാലും അത് വായിലിട്ട് കഴിക്കും. അപ്പൊ ഇത് തനിക്ക് കഴിക്കേണ്ടുന്ന, തനിക്ക് ഹിതകരമായ ഭക്ഷണമാണെന്ന് മൂന്നാമതൊരാളുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് അത് കഴിക്കാൻ സാധിക്കും. കുഞ്ഞിനെ സംബന്ധിച്ച് എന്തും കഴിക്കും, എവിടെയും പോകും, റോഡിലേക്ക് ഇറങ്ങിപ്പോകും, വെള്ളത്തിൽ ചാടും. അത് ഒരു വാട്ടർ ടാങ്ക് ആണ്, അതിൽ വീണുപോയാൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള വിവേകം ആ കുഞ്ഞിനില്ല. കുഞ്ഞിനെ മൂന്നാമതൊരാൾ നിർദ്ദേശിക്കണം, ഒരു 5-10 വയസ്സ് വരെ. ആ നിർദ്ദേശിക്കുന്ന ആള് എങ്ങനെയാണ് നിർദ്ദേശിക്കേണ്ടത്? ഇപ്പൊ ചോദന എന്ന് പറയുമ്പോൾ പ്രേരണ കൊടുക്കുക, നിർദ്ദേശിക്കുന്ന അർത്ഥം. അപ്പൊ എങ്ങനെയാണ് നിർദ്ദേശിക്കേണ്ടത്? ലാളനാഭാവത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി നിർദ്ദേശിക്കണം. ഇവിടെ മുഖ്യമായ അർത്ഥം നിർദ്ദേശിക്കുക എന്നാണ്, അല്ലാതെ വാത്സല്യം പകരുക എന്നല്ല. ആ നിർദ്ദേശത്തിന് ഒരു അനുകമ്പ ഉണ്ടായിരിക്കണം, ഒരു വാത്സല്യം ഉണ്ടായിരിക്കണം. അല്ലാതെ എടാ ഇവിടെ വാടാ, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞൊരു തീക്ഷ്ണമായ ഭാവത്തോടു കൂടിയല്ല നമ്മൾ കുഞ്ഞിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ നിർദ്ദേശങ്ങളിൽ അതിയായ മൃദുത്വം ഉണ്ടായിരിക്കണം, ലാളന ഉണ്ടായിരിക്കണം, വാത്സല്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഗുരു പറയുന്നു ലാളനാ ചോദനാദിഭിഹി. ലാളനയിലൂടെയും വാത്സല്യത്തിലൂടെയുമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് കുഞ്ഞിനെ വളർത്തണം. ഇത് ഒന്നാമത്തെ പോയിന്റാണ്. 6 മാർഗനിർദ്ദേശങ്ങൾ കുഞ്ഞിനെ എങ്ങനെ വളർത്താം എന്നുള്ള 6 മാർഗനിർദ്ദേശങ്ങളിൽ ഗുരുവിന്റെ ഒന്നാമത്തെ നിർദ്ദേശമാണ്. ഈ രണ്ടാമത്തെ നിർദ്ദേശം നമുക്ക് വളരെ ശ്രേഷ്ഠമാണ്. പ്രതിച്ഛന്ദ അവലോകത. പ്രതിച്ഛന്ദ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങള്, വിഗ്രഹങ്ങള്, മൂർത്തികള്, അതേപോലെ അങ്ങനെയുള്ള മഹാത്മാരുടെ ചിത്രങ്ങള്, അതേപോലെ ശ്രേഷ്ഠങ്ങളായ ഭാവത്തെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ, ഇതിനെയെല്ലാം കുഞ്ഞുനാൾ മുതലേ ഒരു കുഞ്ഞിനെ അതിനെ കാണിച്ച് പരിചയപ്പെടുത്തി വളർത്തണം എന്നുള്ള ഒരു വലിയ നിർദ്ദേശം ഗുരുദേവൻ നൽകുന്നു. ഒരിക്കല് വിവേകാനന്ദ സ്വാമികളുടെ കുട്ടിക്കാലം, ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ ചെറിയ സ്കൂൾ കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിക്കലും ടീച്ചർ എല്ലാ കുഞ്ഞുങ്ങളോടും ചോദിച്ചു, വലുതായാൽ നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഓരോരോ കാര്യം പറഞ്ഞു. എനിക്ക് കപ്പലിലെ ക്യാപ്റ്റൻ ആകണം, എനിക്ക് അങ്ങനെയാകണം, ഇങ്ങനെയാകണം, ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞു. രാജാവാകണം എന്നൊക്കെ പലരും പറഞ്ഞു. അപ്പൊ സ്വാമികൾ പറഞ്ഞു, എനിക്കൊരു കുതിരക്കാരനാകണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അതിശയം, ടീച്ചർക്കും അതിശയം. കുതിരക്കാരനാകാനാണോ നീ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അപ്പോ സ്വാമിജി പറഞ്ഞു, എൻ്റെ അമ്മ വീട്ടിലൊരു കുതിരക്കാരൻ ചിത്രം കാണിച്ച് എപ്പോഴും. ആ കുതിരക്കാരൻ ചിത്രം എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് ആ കുതിരക്കാരനാകണം എന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടിലെ വിവേകാനന്ദ സ്വാമികളുടെ അമ്മ ഏത് കുതിരക്കാരൻ ചിത്രമാണ് കാണിച്ചു കൊടുത്തത്? ചുമരിൽ തൂക്കിയിരിക്കുന്നു പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണ ഭഗവാൻ. കുതിരകളെ പൂട്ടിയ രഥത്തില് അർജുനനെ ഇരുത്തി അർജുനന്റെ സാരഥിയായിട്ട് രഥം ഓടിക്കുന്നു. സാക്ഷാൽ വിശേഷനായ ഭഗവാൻ. അപ്പൊ നോക്കൂ, കുഞ്ഞുനാളിലെ ആ ചിത്രം കണ്ട് ഉയർന്നൊരു ഭാവം ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പൊ നമ്മളൊരു വരട്ട് തത്വവാദിയായി എല്ലാറ്റിനെയും നിഷേധിക്കുന്ന ആളായിട്ട് കുഞ്ഞിനെ വളർത്തി കഴിഞ്ഞാൽ
ഏറ്റവും വലിയ പണി കിട്ടുക നമുക്ക് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ എന്തൊക്കെ വാർത്ത കണ്ടു. അച്ഛനമ്മമാരെ അടിച്ച് പുറത്താക്കുന്നു, അച്ഛനമ്മമാരെ വെടിവെച്ച് കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു. അങ്ങനെയുള്ള ഒരിക്കലും നമുക്ക് മനസ്സിന് ആസ്വാദ്യകരമല്ലാത്ത വാർത്തകൾ നിരന്തരം കേൾക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ കുഞ്ഞിനെ ചെറുപ്പത്തിൽ തന്നെ എന്തു വേണം, ആ വീട്ടിൽ മഹാത്മാക്കളുടെ, ഗുരുനാഥന്റെ, ഗുരുവിന്റെ ചിത്രം, ദേവി ദേവന്മാരുടെ ചിത്രം, മഹാത്മാക്കളുടെ ചിത്രം, ശ്രേഷ്ഠമായ അങ്ങനെയുള്ള ചിത്രങ്ങൾ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തില്, ആ അന്തരീക്ഷത്തിലെ ചിത്രങ്ങളെ കണ്ട്, വിഗ്രഹങ്ങളെ കണ്ട് പരിചയിച്ച് വളരുന്ന ഒരു ഭാവം കുഞ്ഞിന് ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രതിച്ഛന്ത അവലോകത എന്ന് പറയും. ഇത് വലിയൊരു പോയിന്റാണ്. ഇനി അടുത്തൊരു പോയിന്റാണ് മഹതാം ഉപാഖ്യാനേന. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരുപാട് കഥകൾ കേൾക്കാനാണ്. കുഞ്ഞുനാളിൽ എത്രമാത്രം കഥകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആ കഥകൾ എന്തായിരിക്കണം? ഏറ്റവും ശ്രേഷ്ഠമായ മഹാത്മാക്കളുടെ സച്ചരിതങ്ങൾ, ഗുരുവിന്റെ കഥകൾ, അതേപോലെ മഹാത്മാക്കളുടെ സച്ചരിതങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിൽ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാൾ എന്നുള്ള പ്രയോഗം അത് വ്യാകരണപരമായിട്ട് തെറ്റാണ്, പക്ഷെ പറയാനുള്ള സൗകര്യം കൊണ്ട് പറയാണ്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിൽ മഹാത്മാക്കളുടെ കഥകള്, ചരിത്രങ്ങള്, ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരിക്കല് നമ്മുടെ ഒരു പുരാണത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു കഥാപാത്രമാണ്, പേര് പ്രഹ്ലാദൻ എന്ന് പറയും. പ്രഹ്ലാദൻ. അപ്പൊ പ്രഹ്ലാദന്റെ അച്ഛന്റെ സഹോദരനായിരുന്നു ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ വരം നേടി ശക്തിശാലിയായി കുറെ അക്രമമൊക്കെ കാണിച്ചു അവസാനം ഭൂമിയെ വരെ തകർക്കാൻ ശ്രമിച്ച സമയത്താണ് ഭഗവാൻ വരാഹ രൂപത്തില് അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിക്കുന്നത്. ഹിരണ്യാക്ഷനെ വധിച്ചത് കൊണ്ട്, വിഷ്ണുവിന്റെ അവതാരമാണല്ലോ വരാഹം, അപ്പൊ തന്റെ സഹോദരനെ വിഷ്ണു വധിച്ചു എന്നതുകൊണ്ട് വിഷ്ണുവിനോട് വലിയ പകയുണ്ടായി ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപുന്. ഹിരണ്യകശിപിന്റെ മനസ്സിൽ എപ്പോഴും വിഷ്ണു ഭഗവാനുള്ള വിരോധം മാത്രമാണ്. അപ്പൊ ആരും തന്റെ രാജ്യത്ത് വിഷ്ണുവിനെ ആരാധിക്കരുത്, ഈശ്വര പൂജ ചെയ്യരുത് എന്നൊക്കെ പുള്ളിക്കാരൻ വിളംബരം ഇറക്കി. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരു ഭാര്യയാണ് കയാതു എന്ന് പറയുന്നത്. കയാതു. അപ്പൊ കയാതുവിനെ ദേവേന്ദ്രൻ ഒരിക്കൽ തട്ടിക്കൊണ്ടുപോയി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കയാതു അതീവ സുന്ദരിയായിരുന്നു. സുന്ദരികളായ സ്ത്രീകളെ ഇന്ദ്രന് വലിയ താല്പര്യമാണ്. രണ്ടാമത്, ഹിരണ്യകശിപു ദേവന്മാരെ ആക്രമിക്കാൻ പല പദ്ധതികളും ഇട്ടിരുന്നു. അതിനൊരു തിരിച്ചടി കൂടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഹിരണ്യകശിപിന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിവരം നാരദ മഹർഷിയാണ്. നാരദ മഹർഷി ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു. ഒരു കാരണവശാലും നീ ഈ കർമ്മം ചെയ്യരുത്, ഇത് അധർമ്മമാണ്, മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ധർമ്മയുദ്ധം ചെയ്യിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞു. അതിനെ തുടർന്ന് ഇന്ദ്രൻ ഹിരണ്യകശിപുവിന്റെ പത്നി നമ്മുടെ കയാതുവിനെ മോചിപ്പിച്ചു. അപ്പൊ കയാതുവിനെ മോചിപ്പിച്ച സമയത്ത് തിരിച്ച് കയാതു നാരദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു. കാരണം പെട്ടെന്ന് തന്റെ രാജ്യത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇന്ദ്രൻ കയാതുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് കയാതു ഗർഭവതിയായിരുന്നു. പ്രഹ്ലാദൻ കയാതുവിന്റെ വയറ്റിലുണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് ആശ്രമത്തിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട്, തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ ചില കാരണങ്ങളാൽ സാധിക്കാത്തത് കൊണ്ട് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ കയാതു താമസിച്ചു. അങ്ങനെ കയാതു അവിടെ താമസിച്ച് ഗർഭവതിയായിരിക്കുന്ന സമയത്ത് തന്നെ നാരദ മഹർഷി ഒരു പരാഭക്തനാണ്. ഏത് സമയം ഭഗവാന്റെ നാമത്തെ ജപിക്കുന്ന ആളാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഭഗവാന്റെ ചരിത്രങ്ങൾ പറയും, ധാർമ്മികമായ കാര്യങ്ങൾ പറയും. ഇതെല്ലാം ഗർഭാവസ്ഥയിൽ ഇരുന്ന് പ്രഹ്ലാദൻ കേൾക്കുകയുണ്ടായി. ഈ പ്രഹ്ലാദൻ ജനിച്ചതിന് ശേഷവും വിഷ്ണുവിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാൻ തുടങ്ങി നാരദ മഹർഷി. അപ്പൊ ആ കഥകൾ കേട്ട് പ്രഹ്ലാദന്റെ ഉള്ളിൽ അതീവമായ ഒരു ഭക്തിയുണ്ട്, ഒരു ഈശ്വര ഭക്തിയുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു അസുരവംശത്തിൽ ജനിച്ച് ഏറ്റവും ഭഗവത് വിരോധിയായ ഒരു അച്ഛന്റെ മകനായിട്ട് ജനിച്ചിട്ട് പോലും പ്രഹ്ലാദന്റെ ഉള്ളിൽ ഇത്ര ശ്രേഷ്ഠമായ ഒരു സംസ്കാരം ഉണ്ടായത്. അത് അറിയപ്പെടുന്ന, ഇന്നിപ്പോ ഹിരണ്യകശിപുവിനോ അല്ലെങ്കിൽ മറ്റോ ആൾക്കാർക്ക് അത്ര അറിയില്ല, പക്ഷെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു ഭക്തിയുടെ ഏറ്റവും ദിവ്യമായൊരു മാതൃകയായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കിടക്കും. എന്തുകൊണ്ട് കിടക്കുന്നു? കാരണം കുഞ്ഞുനാളിലെ ആർജിച്ച ആ സംസ്കാരം. അസുരകുലത്തിൽ ജനിച്ചിട്ട് പോലും ദൈവികമായ ഭാവത്തെ
കുഞ്ഞുനാളിലെ കേൾക്കാനിടയായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മരണം വരെ ഒരു ഭക്തനായിരുന്നു, ധർമ്മവ്രതനായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു. നമ്മുടെ മഹാബലിയുടെ പിതാമഹനാണ് വാസ്തവത്തിൽ പ്രഹ്ലാദൻ. പറഞ്ഞു വരുന്നത് മഹതാം ഉപാഖ്യാനേന എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാന്മാരുടെ കഥകൾ, ഏറ്റവും ശ്രേഷ്ഠമായ അവരുടെ മനസ്സിനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാത്മാരുടെ കഥകള് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഗുരു പറയുന്നു. മൂന്നാമത്തെ നിർദ്ദേശം. ഇനി നാലാമത്തെ നിർദ്ദേശം എന്താണ്? വ്യക്താക്ഷരേണ വചസ. ഇതൊക്കെ എങ്ങനെയാണ് പറയേണ്ടത്? ഏറ്റവും ശുദ്ധമായ വാക്കുപയോഗിച്ച്, സ്ഫുടമായ വാക്കുകൾ കൊണ്ട്, നല്ല നല്ല വാക്കുകളെ കൊണ്ട്, ശാസ്ത്രോക്തമായ വാക്കുകളെ കൊണ്ട് വേണം ഇതൊക്കെ പറയാൻ. ഇനി അഞ്ചാമത്തതാണ് ശുചിന ഭോജ്യേന. പരിശുദ്ധമായ ആഹാരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ആ പരിശുദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ ഹൈജീനിക് ആയ ഭക്ഷണം എന്ന് മാത്രം അർത്ഥമില്ല. അപ്പൊ നമ്മൾ കരുതുന്ന ശുദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ അഴുക്കൊന്നും പറ്റാത്ത നല്ല ഫ്രഷായ പരിശുദ്ധമായ ആഹാരം. അപ്പം ശുദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ ഹൈജീനിക് എന്ന് മാത്രം അർത്ഥമല്ല, മറിച്ച് സാത്വികം എന്ന അർത്ഥത്തോടെ ഏറ്റവും സാത്വികമായ ആഹാരം. അപ്പൊ ഏതാണ് ഏറ്റവും സാത്വികമായ ആഹാരം? സ്വാമി തൃപ്പാദങ്ങൾ ഗുരുദേവൻ ഏത് ആഹാരത്തെയാണോ കഴിച്ചത് ആ ആഹാരം തന്നെയാണ്. സസ്യാഹാരമാണ് ഏറ്റവും സാത്വികമായ ആഹാരം. അപ്പൊ സസ്യാഹാരത്തെ, സാത്വികമായ ആഹാരത്തെയാണ് കുഞ്ഞുനാളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത് ഗുരുവിന്റെ വാക്കാണ്, ശുചിന ഭോജ്യന എന്നുള്ളത്. നമ്മളുടെ ആരുടെയും വ്യക്തിപരമായ അഭിപ്രായമല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഗുരു പറഞ്ഞിരിക്കുകയാണ് ശുചിന ഭോജ്യന, ഏറ്റവും ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക. അപ്പൊ ശുദ്ധമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ സ്വാമി തിരുപ്പാദങ്ങൾ ഏത് ഭക്ഷണത്തെയാണോ ആഹരിച്ചത്, ഗുരുവിന്റെ ആഹാരം ഏറ്റവും സാത്വികമായിരുന്നു. ആ സാത്വികമായ ആഹാരത്തെ ഗുരുവിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക. ഇത് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഗുരുവിന്റെ നിർദ്ദേശം ഇതാണ്, സാത്വികമായ ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അടുത്തത് ശുദ്ധവാസോ വിഭൂഷണേ. ഏറ്റവും ശുദ്ധമായ നല്ല വസ്ത്രങ്ങൾ അണിയിച്ച്, നല്ല അലങ്കാരങ്ങൾ ചെയ്ത്. കാരണം ഒരു കുഞ്ഞിനൊരു അഭിമാന ബോധം വരണം. ഞാൻ നല്ല വസ്ത്രങ്ങൾ അണിയുന്നു, ഞാൻ നല്ല അലങ്കാരങ്ങൾ അണിയുന്നു. ഒരു അഭിമാന ബോധവും ഉള്ളൊരു ആഢ്യത്വവും ഉണ്ടാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിൽ അയ്യോ ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു പിന്നോക്കം, എനിക്കൊന്നുമില്ല, ഒരു ദരിദ്രമായ മനോഭാവം ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു ആന്തരികമായ കരുത്തുണ്ടാവില്ല. വിജയിക്കാൻ ആവശ്യമായ ആന്തരികമായ ഒരു ആഢ്യത്വ ബോധം ഉണ്ടാകണമെങ്കിൽ നല്ല വസ്ത്രങ്ങളെ നല്ല രീതിയിൽ അലങ്കരിച്ച് അണിയിച്ച് ഒരു ദേവതയെ പോലെ കുഞ്ഞിനെ വളർത്തും. അപ്പൊ ഇത്രയും 6 കാര്യങ്ങളാണ് ഗുരുദേവൻ ബാലോപചരണത്തിൽ ഒരു കുഞ്ഞിനെ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരത്തെ പ്രദാനം ചെയ്ത് വളർത്താൻ വേണ്ടി നിർദ്ദേശിച്ചത്. ഇതിൽ ഓരോ കാര്യവും വളരെയധികം വ്യാഖ്യാനത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ കാര്യവും വളരെയധികം പ്രാധാന്യവുമുള്ളതാണ്. ഇനി ഏതൊരു സംസ്കാരം കൊടുത്താണ് വളർത്താൻ പാടില്ലാത്തത് എന്നും ഗുരു പറയുന്നു. അത് പറയുന്നത് ശ്ലോകം 114 ശ്ലോകം 114 നോക്കൂ. അനാശാസ്യം വചഃ ദ്രവ്യം. അനാശാസ്യമായ വാക്കിനെയോ കർമ്മത്തെയോ. ഇപ്പൊ ദ്രവ്യം എന്ന് പറയുമ്പോൾ അതില് പല പല അർത്ഥങ്ങളുണ്ട്. ദ്രവ്യം എന്ന് പറയുമ്പോൾ ധനം എന്നുള്ള അർത്ഥമുണ്ട്, പദാർത്ഥങ്ങൾ എന്ന അർത്ഥമുണ്ട്. പക്ഷെ നമുക്കതിനെ ഒരു മുഖ്യമായ രൂപത്തിൽ കർമ്മം എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പൊ മുമ്പിൽ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശേഷമുള്ള ദ്രവ്യത്തെ നമുക്ക് കർമ്മമായിട്ട് മനസ്സിലാക്കും. ആശ്വാസ്യകരമല്ലാത്ത വാക്കിനെയോ കർമ്മത്തെയോ കുഞ്ഞിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിൽ വഴക്കൂടുന്നു, പരസ്പരം നമ്മൾ അനാശാസ്യമായ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. നമ്മൾ വരുന്നു, കുഞ്ഞല്ലേ, കുഞ്ഞൊന്നും കേൾക്കുന്നില്ല. പക്ഷെ കുഞ്ഞിന്റെ ഇന്ദ്രിയങ്ങൾ ഘ്രാണശക്തി, അതായത് ഒന്നിനെ ഗ്രഹിക്കാനുള്ള ശക്തി അത് വളരെ വിസ്തൃതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു, ഒരു കുഞ്ഞുമോൻ. ആ കുഞ്ഞുമോൻ വളരെ മോശമായ ആഭാസകരമായ ഒരു വാക്ക് പറയുന്നു. എന്നിട്ട് ആൾക്കാർ അതിന് ഒരുപാട് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുന്നു, കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ, ഒരു 2 വയസ്സുള്ള പ്രായത്തിൽ ഈ ആഭാസകരമായ വാക്ക് ആ കുഞ്ഞ് എവിടെ നിന്ന് പഠിച്ചു? നിശ്ചയമായിട്ട് ആ കുഞ്ഞിന്റെ അടുത്ത് ആരൊക്കെയാണ് ഉള്ളത്, അവരിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് അനാശാസ്യകരമായ വാക്കിനെ, അനാശാസ്യകരമായ കർമ്മത്തെ ഒരിക്കലും കുഞ്ഞിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. ബാലസ്യ ന പ്രകാശ്യത് എന്ന് ഗുരുദേവൻ പറയുന്നു. അതേപോലെ അപമാനം ചെയ്യരുത്, ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്, വളരെ മോശക്കാരനാണ് ചിത്രീകരിക്കരുത്. നമ്മൾ കരുതും ആ കുഞ്ഞിന് മാനാപമാന ബോധങ്ങളില്ലാന്ന്. വളരെ വ്യക്തമായ മാനാപമാന ബോധങ്ങളുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ മുമ്പിൽ അപമാനിക്കരുത്, കുഞ്ഞിന്റെ മുമ്പിൽ ആട്ടോപം ബഹളം ഉണ്ടാക്കരുത്, അനാശാസ്യകരമായ വാക്കുകൾ പറയരുത്, കർമ്മങ്ങൾ ചെയ്യരുത് എന്നും കൂടി ഗുരു പറയുന്നു.
അപ്പൊ ഈ രണ്ട് മൂന്ന് ശ്ലോകങ്ങളാണ് ഈ ഭാഗത്ത് ഒരു മുഖ്യമായിട്ട് ചിന്തിക്കേണ്ടുന്ന വിഷയം. ഇനി അതിനെ തുടർന്ന് വരുന്ന അടുത്ത ഭാഗമാണ് വിദ്യാരംഭം. വിദ്യാരംഭത്തില് ഗുരു പറയുന്നു, ഏവം പ്രവൃദ്ധമാനസ്യ വിദ്യാരംഭം ശുഭോത്തരം പൂർവന്തു പഞ്ചമാദബ്ധാത് കാരയേത് ആത്മവേദിഭിഃ. പൂർവന്തു പഞ്ചമാദബ്ധാത് കാരയേതാത്മവേദിഭിഃ. അടുത്ത ശ്ലോകം, വിദുഷാ ഭക്തിയുക്തേന കരുണാമൃദുചേതസാ വൃത്താചാരവദാ കാര്യം അക്ഷരാരംഭണം ശിശോ. കൃതസ്നാനം ശുചിം ബാലം വിദായ പ്രാംഗമുഖം ഗുരോ ധ്യാത്വാ ജിഹ്വാഞ്ജലേ തസ്യ സുവർണേന ലിഖേന്മനും വർണ്ണാനുച്ചാരയിത്വാത് അധ പ്രണതം ബാലകം ഗുരും ആശീർവദേത് പ്രസന്നാത്മാ തസ്യ ശ്രേയോ വിവൃദ്ധയേ. വിദ്യാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഭാരതത്തില് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോരോ മുഹൂർത്തത്തിൽ ഓരോ സന്ദർഭത്തിൽ ചില സംസ്കാരങ്ങൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പൊ ഗർഭാധാനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള അത്തരം സംസ്കാരങ്ങളെയാണ് ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഷോഡശം മീൻസ് 16. ഈ 16 സംസ്കാരങ്ങളിൽ വരുന്ന ഒരു സംസ്കാരമാണ് വേദാരംഭം എന്ന് പറയുന്നത്. ഇപ്പൊ ഉപനയനം എന്നുള്ള സംസ്കാരം കഴിഞ്ഞ് അടുത്ത സംസ്കാരമാണ് വേദാരംഭം. കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ 16 സംസ്കാരങ്ങളിൽ വരുന്ന ഒരു സംസ്കാരമാണ് വേദാരംഭം. ആ വേദാരംഭം എന്താണെന്ന് പറഞ്ഞാൽ, ഉപനയന സംസ്കാരം കഴിഞ്ഞ് ആ ഒരു കുഞ്ഞിനെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അപ്പൊ ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ആ സംസ്കാരത്തെ വേദാരംഭം എന്ന് പറയും. അപ്പൊ ഈ സംസ്കാരത്തിന്റെ ഒരു ഗ്രാമീണമായ അല്ലെങ്കിൽ ഒരു പ്രാദേശികമായ ഒരു ഭാവമാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. വിദ്യാരംഭം എന്ന പേരിൽ ഷോഡശ സംസ്കാരത്തിലൊരു സംസ്കാരം വരുന്നില്ല, വേദാരംഭം എന്നുള്ള പേരിൽ വരുന്നുണ്ട്. അറിവിനെ ആർജിക്കുന്നതിന്റെ തുടക്കം. അപ്പൊ അത് തന്നെ നമുക്ക് വിദ്യാരംഭമായിട്ട് മനസ്സിലാക്കാം. വിദ്യാരംഭം പ്രധാനമായിട്ട് നവരാത്രി നാളുകളിൽ വിജയദശമിയിൽ വിദ്യാരംഭം ചെയ്യുന്ന സമ്പ്രദായം കേരളത്തിൽ വ്യാപകമാണ്. ഉത്തരഭാരതത്തിലും മറ്റ് സ്ഥലങ്ങളിലും അത് കുഞ്ഞിന്റെ ഒരു പ്രായമനുസരിച്ച് ആ കുഞ്ഞിന് അറിവിനെ ആർജിക്കാനുള്ള ഒരു മാനസിക ശാരീരിക ക്ഷമത വന്നു കഴിഞ്ഞാൽ ഒരു ഉചിതമായ ഒരു മുഹൂർത്തത്തിൽ ഒരു ആചാര്യനെ വിളിച്ച് വേദാരംഭം എന്നുള്ള ഒരു പ്രതീകാത്മകമായി ചടങ്ങ് നടത്തും. കാരണം പണ്ട് കാലങ്ങളിൽ വേദാരംഭം ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കുന്ന മുഹൂർത്തമായിരുന്നു. ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 വർഷം പഠിച്ച് ശേഷമാണ് തിരിച്ചു വരുന്നത്. സമാവർത്തന സംസ്കാരത്തോടുകൂടി തിരിച്ചു വരും. അപ്പൊ ആ പറഞ്ഞയക്കുന്നതിനെ വേദാരംഭം എന്ന് പറയും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സിസ്റ്റം എപ്പോഴില്ല. അതുകൊണ്ട് അറിവിനെ ആദ്യമായിട്ട് നുകരുന്നതിനെ, അറിവിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ഒരു സംസ്കാരമാക്കി മാറ്റി ആ സംസ്കാരത്തെ വിദ്യാരംഭം എന്ന് പറയും. ഇപ്പൊ ഗുരുവിന്റെ സങ്കല്പത്തിലുള്ള വിദ്യാരംഭ സമ്പ്രദായം എന്താണെന്ന് ഗുരു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പൊ നോക്കൂ, ഗുരു പറയുന്നു, ഏവം പ്രവൃദ്ധമാനസ്യ, ഇപ്രകാരം വളരുന്ന ശിശുവിന്, എപ്രകാരം വളരുന്ന, മുൻ അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായ സൂതകാദി ധർമ്മത്തിലൂടെയും ബാലോപചരണത്തിലൂടെയും വളരുന്ന ഒരു കുഞ്ഞിന് പഞ്ചമാബ്ദ് അബ്ദാദ് പൂർവം തു, 5 കൊല്ലത്തിന് മുമ്പ്, 5 കൊല്ലത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ 1-2 വയസ്സിലല്ല, 5 വർഷമാകുന്ന സമയത്ത് എന്നർത്ഥം എടുക്കാം. ശുഭോത്തരം വിദ്യാരംഭം ആത്മവേദിഭിഹി കാരയേത്, ശുഭോത്തരമായ വിദ്യാരംഭത്തെ ആത്മജ്ഞാനികളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ശ്ലോകത്തില് ഗുരുദേവൻ കൂടുതൽ വ്യക്തമാക്കുന്നു ആരാണ് കുട്ടിയുടെ വിദ്യാരംഭം ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തില് ഈ വിദ്യാരംഭം എന്ന് പറയുന്നതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിനൊരു സാമൂഹ്യമായ പ്രാധാന്യം ഒരുപാട് വർദ്ധിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ
തങ്ങളുടെ കുഞ്ഞിനെ വിദ്യാരംഭം ചെയ്യുന്ന ചടങ്ങ് വ്യാപകമാണ്. അപ്പൊ അതിന്റെ ഒരു കമ്പോള സാധ്യതയെ മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും തന്നെ വിദ്യാരംഭ വേദി ഒരുക്കിയിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, എല്ലാവരും തന്നെ. നമുക്കിത് ആരും ആചരിച്ചില്ലെങ്കിൽ ഈ ഷോഡശ സംസ്കാരത്തിലെ ഈ ഒരു സംസ്കാരം, വിദ്യാരംഭം എന്ന് പറയുന്ന ഈ സംസ്കാരം, ഇത് ആരും ആചരിച്ചില്ലെങ്കിൽ, വളരെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ആചരിക്കുന്നുള്ളെങ്കിൽ എന്ത് പറയുന്നു? അതൊക്കെ ഒരു സവർണ ബ്രാഹ്മണ്യത്തിന് ചിഹ്നങ്ങളാണെന്ന് പറയാൻ ആക്ഷേപിക്കുന്നു. മറിച്ച് ലക്ഷക്കണക്കിന് പേര് ഇതിനെ ആചരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കമ്പോള സാധ്യതയെ മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുന്നു. നമ്മുടെ പൊതുമനസ്സ് വളരെ വിചിത്രമാണ്. ഒരു സമൂഹത്തിന്റെ പൊതുബോധം, ഒരു സമൂഹത്തിൽ ഒരുപാട് പേര് ഒരു ആചാരത്തെ അനുഷ്ഠിക്കുന്ന വേളയിൽ സമൂഹം എന്ത് ചെയ്യുന്നു? അതിനെ അംഗീകരിക്കുന്നു. അതിനാരും അതിനെ പിന്തുടരുന്നില്ലെങ്കിൽ അത് ശ്രേഷ്ഠമാണെങ്കിൽ കൂടിയും അതിനെ നിന്ദിക്കുന്നു. നമുക്ക് കുംഭമേള എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ഒരു ആധ്യാത്മിക മേളയാണ്. കോടിക്കണക്കിന്. അതിന്റെ വിശ്വാസമോ ഐതിഹ്യമോ അത് വ്യക്തിപരമാണ്. ഓരോരുത്തർക്കും വിശ്വസിക്കാതിരിക്കാം. പക്ഷേ അതിന്റെ ഒരു സംഘടനാ ശൈലി അത് അത്ഭുതകരമാണ്. കോടിക്കണക്കിന് ആളുകളിൽ സംഗമിക്കുന്നു കുംഭമേള. എന്നാൽ നമ്മൾ കേരളത്തിൽ ഇരുന്ന് പലരും കുംഭമേളയെ ആക്ഷേപിക്കുന്നു, വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. കാരണം എന്തുകൊണ്ട്? കേരളത്തിന്റെ പൊതുബോധത്തിൽ കുംഭമേള പ്രസക്തമല്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് കുംഭമേളയെ കുറിച്ച് അറിയില്ല. അപ്പൊ കുംഭമേളയുടെ വിശ്വാസത്തെ നമ്മൾ ഇവിടെ ഇരുന്ന് ചോദ്യം ചെയ്യും. നേരെ മറിച്ച് അവിടെ പോയിട്ട് ആരും ചോദ്യം ചെയ്യില്ല. എന്തുകൊണ്ട്? കാരണം അവിടുത്തെ സമൂഹത്തിൽ കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു ആചാരമാണ്. കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മേളയാണ്. നേരെ മറിച്ച് നോക്കും നമ്മുടെ ശബരിമല നമ്മുടെ കേരളത്തിലാണ്. ആ ശബരിമലയിൽ ലക്ഷക്കണക്കിന് തീർത്ഥയാത്രകൾ പോകുന്നു. അപ്പൊ കുംഭമേളയെ എതിർക്കുന്ന, കുംഭമേളയെ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തി ശബരിമലയെ ആക്ഷേപിക്കില്ല. കുംഭമേളയിലും വിശ്വാസമാണ്, ശബരിമലയിലും വിശ്വാസമാണ്. ശബരിമലയിൽ ശാസ്ത്രീയമായ വിശ്വാസം, കുംഭമേളയിൽ അശാസ്ത്രീയമായ വിശ്വാസം എന്നൊന്നുമില്ല. രണ്ട് വിശ്വാസമാണ്. വിശ്വാസവും ഭക്തിയുമാണ് രണ്ട് സ്ഥലത്തുള്ളത്. പക്ഷെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുംഭമേളയെ ആക്ഷേപിക്കുന്ന വ്യക്തി, കുംഭമേളയുടെ അശാസ്ത്രീയതയെ ചൂണ്ടിക്കാണിച്ച് അതിനെ ആക്ഷേപിക്കുന്ന വ്യക്തി ഇവിടെ ശബരിമലയെ ആക്ഷേപിക്കില്ല. ആക്ഷേപിക്കുവാണെങ്കിൽ ശബരിമലയെ ആക്ഷേപിക്കണം. കാരണം യുക്തിയുടെ കാഴ്ചപ്പാടിൽ എല്ലാം അബദ്ധവിശ്വാസങ്ങളാണ്. യുക്തിയുടെ കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസം ശ്രേഷ്ഠം, ഒരു മതത്തിന്റെ വിശ്വാസം നികൃഷ്ടം എന്നില്ല. യുക്തിയുടെ കാഴ്ചപ്പാടിൽ എല്ലാം അബദ്ധവിശ്വാസങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് ശബരിമലയെ ആക്ഷേപിക്കുന്നില്ല? കാരണം ശബരിമലയെ ആക്ഷേപിച്ച പണി കിട്ടും. കാരണം അത് കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇഴുകിച്ചേർന്ന ഒരു ആചാരമാണ് ശബരിമല തീർത്ഥയാത്ര എന്നുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലഘട്ടത്തില് വിദ്യാരംഭത്തിന് എല്ലാവരും തന്നെ ഒരു പ്രകാരത്തിലും ഈശ്വര വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാരൻ പോലും ഒരു താലത്തില് കുറെ അരി കൊണ്ടുവന്ന് ആ അരിയിൽ ഇരുന്ന് കുഞ്ഞിനെ എഴുതിക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? ഒരു വിശ്വാസം ഇല്ലാത്ത രാഷ്ട്രീയക്കാരൻ പോലും. എന്തുകൊണ്ട്? കാരണം സമൂഹത്തിൽ അത്രയ്ക്കധികം സ്വാധീനം ഈ ഒരു ചടങ്ങ് ചെലുത്തിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് മാതാപിതാക്കള് വിജയദശമി ദിനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തങ്ങളുടെ കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകും. അപ്പോ ഒന്നിനെ ആക്ഷേപിക്കുന്നതും ആക്ഷേപിക്കാതിരിക്കുന്നതും അത് സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നറിഞ്ഞിട്ടാണ്. അതിനെ ആക്ഷേപിച്ചാൽ തനിക്ക് പരിക്കൊന്നുണ്ടാവില്ല. കാരണം അത് അത്ര സ്വാധീനം ഇവിടെ ഇല്ല. അപ്പൊ ആക്ഷേപിച്ച് കളയാം. ഇതിനെ ആക്ഷേപിച്ചാൽ പരിക്കുണ്ടാവും. കാരണം ഇതിന് ഒരുപാട് സ്വാധീനമുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ആചാരം വ്യാപകമാകുന്നത് അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു, ഏതൊരു കാര്യത്തെയും ഈശ്വരീയമായി കാണുക എന്നുള്ളത് ഒരു ഭാരതത്തിന്റെ ഒരു സങ്കല്പമാണ്. അപ്പൊ അറിവിനെ ആദ്യമായിട്ട് അഭ്യസിക്കുന്ന ആ വേളയെ ഒരു ഈശ്വരീയമാക്കി മാറ്റുക, ആ ഒരു കർമ്മത്തിന് പ്രചാരം ലഭിക്കുന്നത് ശ്രേഷ്ഠമാണ്. പക്ഷെ ആ പ്രചാരം ലഭിക്കുന്നതിന്റെ കൂടെ തന്നെ ആ കർമ്മം നമുക്ക് തരുന്ന ആചാര്യൻ ആരാണ്? ആ ആചാര്യനെ കുറിച്ചും ഗുരുദേവൻ ഇവിടെ സൂചിപ്പിക്കണം. നമുക്ക് ഒരു നൂറ്റാണ്ട് മുമ്പ് ഗുരുദേവൻ വ്യക്തമായിട്ട് പറയുന്നു, ആരെ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എഴുത്തിനിരുത്തേണ്ടതെന്ന്. ആദ്യമായിട്ട് പറയുന്നു, ആത്മവേദിഭിഹി, ഒരു ആത്മജ്ഞാനിയായിരിക്കണം. രണ്ടാമത്തെ പറയുന്നു വൃത്താചാരവധ എന്ന് പറയുന്നു. 118 ശ്ലോകത്തിൽ കാണാം, വൃത്താചാരവധ. വൃത്താചാരവധ എന്ന് പറഞ്ഞാൽ നല്ല ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കുന്ന വ്യക്തിയായിരിക്കണം. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഈശ്വരനെ നിഷേധിച്ച് വെല്ലുവിളിച്ച് സമൂഹത്തിൽ വരട്ടുവാദം പറഞ്ഞു തരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തില്
നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് എഴുത്തിന് ഇരുത്തുന്ന ഒരു ആശാനായിട്ട് മാറിയാൽ അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകരുത് എന്നാണ് നമുക്ക് ഭംഗ്യന്തരേണ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വൃത്താചാര വധ എന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കുന്ന വ്യക്തിയായിരിക്കണം. ജീവിതത്തിൽ നല്ല ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കുന്ന വ്യക്തിയായിരിക്കണം. അടുത്തത് കരുണാമൃദു ചേതസ, വളരെയധികം കാരുണ്യവും വാത്സല്യവും മൃദുവുമായ മനസ്സോടു കൂടിയായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ ഗുരു പറയുന്നു ഭക്തിയുക്തയാണ്, നല്ല ഭക്തിയുള്ള ആളായിരിക്കണം, ആത്മവേദിയായിരിക്കണം, വൃത്താചാരനായിരിക്കണം, കരുണാമൃദു ചേതസനായിരിക്കണം, ഭക്തിയുക്തനായിരിക്കണം, നല്ല ഈശ്വരഭക്തി വേണം. ശ്രീകോവിലിന്റെ മുമ്പിൽ ഭഗവാനെ കണ്ടാൽ താണു വീണ് തൊഴാനുള്ള മനസ്സ് വേണം. നമുക്കൊരു ഭക്തന് മാത്രമേ അധ്യാത്മ മാർഗത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏത് മാർഗത്തിലും ഒരു വിജയം, ആത്യന്തിക വിജയം വേണമെങ്കിൽ അവന്റെ ഉള്ളിലൊരു ഭക്തി ഉണ്ടായിരിക്കണം. പറയുന്നു വിദുഷനായിരിക്കണം. വിദുഷ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിദുഷൻ എന്ന് പറഞ്ഞാൽ, വിദൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കൊമേഡിയൻ എന്ന അർത്ഥമുണ്ട്. അതല്ല ഇവിടെ അർത്ഥം. വിദുഷൻ എന്ന് പറഞ്ഞ പണ്ഡിതൻ, നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ആചാര്യനെ നമുക്ക് കിട്ടുമോ? ഇത്രത്തോളം ഗുരു പറഞ്ഞ ഈ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കുന്ന, ജീവിതത്തിൽ ഭക്തിയും വിശ്വാസവുമുള്ള, എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ഗുരുവിനെയും ഗുരുവിന്റെ ദർശനത്തെയും ഇവിടെ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെയും സംസ്കാരത്തെയും നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന സമ്പ്രദായത്തിന്റെ ശേഷിപ്പാണ് ഈ വിദ്യാരംഭം. വിദ്യാരംഭം കഴിഞ്ഞ ദിവസം പൊട്ടിമുളച്ച ഒന്നല്ല. അനാദി കാലം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഒരു പൈതൃകത്തിന്റെ ഇപ്പോഴത്തെ ഭാഗമാണത്. ആ പൈതൃകത്തിന്റെ ഇപ്പോഴത്തെ ഭാഗത്ത് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ആ പൈതൃകത്തെ അംഗീകരിക്കണം. നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ നാടിന്റെ പൈതൃകത്തെ, നമ്മുടെ ധർമ്മത്തിന്റെ പൈതൃകത്തെ, നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കുക. ഭക്തിയും വിശ്വാസമുള്ളൊരു വ്യക്തി, ആ വ്യക്തി ആയിരിക്കണം കുഞ്ഞിന് എഴുത്തിനിരുത്തേണ്ടുന്ന ആചാര്യനെന്ന് 118 ശ്ലോകത്തിൽ ഗുരു പറയുന്നു. ഇനി എങ്ങനെയാണ് എഴുത്തിന് ഇരുത്തേണ്ടത് എന്ന വിധിയും കൂടി ഗുരു പറഞ്ഞു തരിക. നോക്കൂ, കൃതസ്നാനം ശുചിം ബാലം ഗുരു പ്രാങ്മുഖം വിധായ. അതായത് ആ കുഞ്ഞിനെ നന്നായിട്ട് കുളിപ്പിച്ച് നല്ല കസവ് നേരിയതൊക്കെ ആ കുഞ്ഞിന് അണിയിച്ച്, നല്ല ശുദ്ധമായ വസ്ത്രമൊക്കെ അണിയിച്ച് ആചാര്യന് അഭിമുഖമായിട്ട് ആ കുഞ്ഞിനെ ഇരുത്തുക, ആ ബാലനെ ഇരുത്തുക. ആ ബാലനെ ഇരുത്തിയിട്ട് ആചാര്യൻ ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്യാന്ന് പറയുമ്പോൾ ആചാര്യന്റെ പരമ്പരയായിട്ടുള്ള ആ ദേവതാ സങ്കല്പങ്ങളെയും ഭാവങ്ങളെയും ഗുരു പരമ്പരകളൊക്കെ ധ്യാനിച്ചിട്ട്, നമ്മുടെ കേരളീയമായ ഒരു സമ്പ്രദായത്തിൽ സാധാരണ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പ്രസിദ്ധമായതുകൊണ്ട് ആ ചടങ്ങ് എല്ലാവർക്കും അറിയാം. കുഞ്ഞിനെ നമ്മൾ ആചാര്യന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി, ആചാര്യൻ എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിന് ഒരു സ്വർണത്തിന്റെ ഒരു മോതിരം, പണ്ട് കാലത്ത് ചെറിയൊരു ആയുധം ഉണ്ടായിരുന്നു. സ്വർണത്തിന് ആയുധമല്ല, ചെറിയൊരു പേന പോലുള്ള സാധനമാണ്. ഇപ്പോൾ അതില്ല. അതിന് പകരം സ്വർണത്തിന്റെ ഒരു മോതിരം. ആ സ്വർണത്തിന്റെ മോതിരം വൃത്തിയാക്കി അതിൽ കുഞ്ഞിന്റെ നാവില് ഹരിശ്രീ ഗണപതി അവിഘ്നമസ്തു എന്ന് എഴുതി, അതിനുശേഷം കുഞ്ഞിന്റെ മോതിര വിരൽ പിടിച്ച് ആചാര്യന്റെ മടിയിൽ ഇരുത്തി, വലത് കൈയിലെ മോതിര വിരൽ പിടിച്ച് ആചാര്യൻ കുഞ്ഞിന്റെ കൈ ചേർത്ത് പിടിച്ച് അരിയില് ഹരിശ്രീ ഗണപതി അവിഘ്നമസ്തു എന്ന് എഴുതി, അതിനുശേഷം 51 അക്ഷരങ്ങളെയും എഴുതി ആചാര്യൻ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ഇങ്ങനെയാണ് കേരളീയമായ ഒരു സമ്പ്രദായത്തിന്റെ ഒരു രീതി. ഏതാണ്ട് ഇതേ രീതിയാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിനെ ഗുരുവിന് അഭിമുഖമായി ഇരുത്തി കുഞ്ഞിന്റെ നാവില്, കാരണം ജിഹ്വാസ്ഥാനത്താണല്ലോ വാഗ്ദേവത ഇരിക്കുന്നത്, ആ നാവില് സ്വർണം കൊണ്ട് മനും ലിഖിത് മന്ത്രം എഴുതണം. നമുക്ക് നമ്മൾ ഇന്ന് കാണുന്ന പല പ്രസ്ഥാനങ്ങളും പല സ്ഥലത്തും എന്തൊക്കെയാണ് കുഞ്ഞിന്റെ നാവിൽ എഴുതി കൊടുക്കുക നമുക്ക് അറിയില്ലല്ലോ. കാരണം അവരാരും പലരും വിശ്വാസികളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ വലിയ പ്രചാരവും കൊണ്ട് അതിന്റെ കമ്പോള സാധ്യതയെ മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞിന് എഴുതിക്കുന്നത്. അപ്പോൾ ഒരു നിരീശ്വരവാദിയായ ഒരാള്, ഏതെങ്കിലും ഒരു സാഹിത്യകാരനാണ് എന്നതുകൊണ്ട് ആ വ്യക്തി കുഞ്ഞിനൊരിക്കലും നാവില് ഒരു മന്ത്രത്തെ എഴുതിക്കില്ല. എന്താണ് എഴുതിക്കുന്നത് നമുക്കറിയില്ല, പക്ഷേ അങ്ങനെയുള്ള മന്ത്രത്തെ എഴുതിക്കില്ല. ഇവിടെ ഗുരുവിന്റെ നിർദ്ദേശമാണ് മനും ലിഖിയത്ത്. മനു എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാണ് അർത്ഥം. മനുവിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങളിൽ ഒന്നാണ് മന്ത്രം. നാവില് മന്ത്രമാണ് എഴുതിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ശ്രീനാരായണ സമ്പ്രദായത്തില് നമ്മുടെ മഹാമന്ത്രം ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. അതും നമുക്ക് എഴുതാം. അതിന്റെ കൂടെ സർവ വിഘ്ന വിനാശകനായ ഗണപതി ഭഗവാന്റെ പേര് എഴുതാം നമ്മൾ. ഇപ്പൊ നമ്മൾ ഗുരുവിന്റെയും ശാരദാംബയുടെയും ചിത്രം മാലയിട്ട് വെച്ച് അതിന്റെ മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച്
ലഘുവായ ഒരു പഞ്ചോപചാര പൂജ ഗുരുവിന് ചെയ്ത് നിവേദ്യാദികൾ കൊടുത്ത് കുഞ്ഞിനെ മടിയിലിരുത്തി കുഞ്ഞിനെ നാവിൽ സ്വർണം കൊണ്ട് ഓം ശ്രീനാരായണ പരമഗുരുവെ നമഃ എന്ന് എഴുതി, ഹരിശ്രീ ഗണപതി അവിഘ്നമസ്തു എന്ന് എഴുതി, ആ മുമ്പിൽ താലത്തിലുള്ള ഉണക്കലരി, ആ ഉണക്കലരിയില് ഗുരുവിന്റെ നാമധേയം എഴുതി, ശാരദാംബയുടെ നാമം എഴുതി, ഗണപതിയുടെ നാമം എഴുതി, 51 അക്ഷരങ്ങളെയും ക്രമമായി എഴുതി ഓരോ അക്ഷരം എഴുതുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. ക ഖ എന്ന് പറഞ്ഞ് ഓരോ അക്ഷരം ചൊല്ലിപ്പിച്ച് അത് മയച്ച് വീണ്ടും അടുത്ത് എഴുതി 51 അക്ഷരം എഴുതി ശാരദാഷ്ടകം ചൊല്ലി ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആശീർവാദം നൽകണം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സമ്പ്രദായം, നമ്മുടെ ഒരു സിസ്റ്റം. അത് ഗുരു അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അധവർണ്ണാൻ ഉച്ചാരയിത്വ പ്രണതം ബാലകം പ്രസന്നാത്മാ ഗുരു തസ്യ ശ്രേയോ അഭിവൃദ്ധയെ ആശീർവദേത്. വിദ്യാരംഭ ചടങ്ങിന്റെ ഭാഗമായിട്ട് 51 അക്ഷരങ്ങളും എല്ലാ അക്ഷരങ്ങളും എഴുതി കുഞ്ഞിനെ കൊണ്ട് ഉച്ചരിപ്പിച്ച് കുഞ്ഞിനെ ആചാര്യന് നമസ്കരിപ്പിച്ച് ആ ആചാര്യൻ കുഞ്ഞിന്റെ അഭ്യുദയത്തിന് വേണ്ടി കുഞ്ഞിനെ ആശീർവദിക്കണം. ഈ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഗുരുദേവൻ നമുക്ക് വേണ്ടി നൽകിയതാണ്. അത് നമ്മൾ ഏറ്റവും ഉയർന്ന ഒരു ഭാവനയോടുകൂടി അതിനെ അനുഷ്ഠിക്കണം. ഒരിക്കലും ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. കാരണം ഇന്നത്തെ കാലത്ത് ഗുരുവിന്റെ ദർശനത്തെ തന്നെ മുമ്പിൽ വെച്ച് നമ്മുടെ സമൂഹത്തെ ഒരുതരം ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് നിർമുക്തരാക്കാനുള്ള പരിശ്രമവും പല അജണ്ടകളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഗുരുവിന്റെ ദർശനത്തെ നാം നമ്മുടെ മനോകൽപ്പനയ്ക്ക് അനുസൃതമായിട്ടല്ല സമീപിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണെങ്കിൽ എന്റെ രാഷ്ട്രീയ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിലേക്ക് ഞാൻ ഗുരുവിന്റെ ദർശനത്തെ കൊണ്ടുവന്നതിനെ വ്യാഖ്യാനിക്കുന്നു. അല്ലെങ്കിൽ എന്റെ മതപരമായ കാഴ്ചപ്പാട് എന്താണോ ആ കാഴ്ചപ്പാടിലേക്ക് ഗുരുവിന്റെ ദർശനത്തെ കൊണ്ടുവന്ന് നാം വ്യാഖ്യാനിക്കുന്നു. അതല്ല ചെയ്യേണ്ടത്. മറിച്ച് ഗുരുവിന്റെ ദർശനം എന്താണോ ആ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ ആ കാര്യത്തിനനുസരിച്ച് ഗുരുവിനെ സമീപിച്ചാൽ മതി. അപ്പൊ ഗുരുവിടെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് എന്ത് പറയുന്നു? വൃത്താചാരവത ആത്മവേദിഭിഹി വിദുഷ ശിശോ അക്ഷരാരംഭണം കാര്യം എന്ന് പറയുന്നു. ആചാര അനുഷ്ഠാനങ്ങളെ ചെയ്യുന്ന ആത്മജ്ഞാനിയായ ഭക്തിയുക്തനായ അറിവുള്ള ഒരു വ്യക്തി കുഞ്ഞിന്റെ വിദ്യാരംഭം ചെയ്യണം എന്ന് പറയുന്നു. ആ വിദ്യാരംഭം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിധിയും പറയുന്നു. കുഞ്ഞിന്റെ നാവിൽ ഒരു സ്വർണ്ണമോതിരം കൊണ്ട് ഒരു സ്വർണം കൊണ്ട് മന്ത്രം എഴുതിയിട്ട് വേണം വിദ്യാരംഭം ചെയ്യാൻ. അതിനുശേഷം എല്ലാ പ്രകാരത്തിലുമുള്ള അക്ഷരങ്ങൾ ഉച്ചരിപ്പിച്ച് ആചാര്യനെ കുഞ്ഞിനെ കൊണ്ട് നമസ്കരിപ്പിക്കണം എന്ന് ഗുരു പറയുന്നു. ഇതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്, ദർശന വീക്ഷണം. ആ വീക്ഷണത്തെ അതേപോലെ നാം മനസ്സിലാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.